ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 2 ഹെൽത്തി മയോണൈസ് റെസിപ്പീസാണ്. ആദ്യത്തേത് ഒരു പനീർ കാഷ്യൂനട്ട് മയോണൈസാണ്. 12 ക്യൂബ് പനീർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ളതാണ്. മിൽമൻ്റെ പനീറാണിത്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 8 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 അല്ലി വെളുത്തുള്ളി, പിന്നെ പിരിയൻ മുളക് 1, സാദാ മുളക് 2 എടുത്തത്. കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം, എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ പിരിയൻ മുളക് എടുത്തത് കുറച്ചും കൂടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിനാവും ക്രഷ് ചെയ്ത് കിട്ടുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് കൺസിസ്റ്റൻസി കണക്കാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി അടിച്ചെടുക്കണം. കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടെ തരിതരിയായിട്ടുണ്ട്. അത് വീണ്ടും ഒന്നും കൂടെ അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് ആക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ പാകത്തിനുള്ള ഒരു തിക്നെസ് ഉണ്ടാവും. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. ഇതൊരു 1 വീക്ക് വരെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. നമുക്ക് അൽഫാം ചിക്കൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്യുമ്പം ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്യാം, ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. നല്ല ഹെൽത്തിയുമാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി നെക്സ്റ്റ് റെസിപ്പി നോക്കാം. ഒരു അവോക്കാഡോ നമ്മളെ ബട്ടർ ഫ്രൂട്ടിൻ്റെ മയോണൈസാണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു ചെറിയ നല്ല പഴുത്തിട്ടുള്ള ബട്ടർ ഫ്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള യോഗേർട്ട്, കട്ടത്തൈരാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 വെളുത്തുള്ളി, പിന്നെ എരിവിനാവശ്യമായിട്ട് കുറച്ച് പെപ്പർ പൗഡറും എടുത്തിട്ടുണ്ട്. എല്ലാം മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. പെപ്പർ പൗഡറൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. എല്ലാ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ കിട്ടും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ പാല് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഈ മയോണൈസ് ഉണ്ടാക്കിയാൽ ഇന്നുണ്ടാക്കിയാൽ നാളെയും കൂടെ ഉപയോഗിക്കാൻ പറ്റും. 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി ചീത്തയായി പോവും. പനീർ മയോണൈസ് ആണെങ്കിൽ ഒരു 1 വീക്ക് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസുകളാണ് രണ്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും അവോക്കാഡോ ഒന്നും കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഒരു മയോണൈസ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കഴിക്കും. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.